കർഷക ക്രിസ്ത്യൻ നേതാക്കളുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പുതിയ പാർട്ടി രൂപീകരിച്ചു. നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പേരിൽ കേരള ഫാർമേഴ്സ് ഫെഡറേഷനാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ ജോർജ് മാത്യു ആണ് അധ്യക്ഷൻ. 2016 രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കേരള ഫാർമേഴ്സ് ഫെഡറേഷനാണ് നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. അവിഭക്ത കേരള കോൺഗ്രസിന്റെ അവസാന ചെയർമാനും മുൻ എംപിയും MLAയുമായിരുന്ന ജോർജ് മാത്യു ആണ് പാർട്ടി പ്രസിഡന്റ്. ഇടതു വലതു മുന്നണികൾ കർഷകരോട് കാണിക്കുന്ന അവഗണനയാണ് പാർട്ടി രൂപീകരണത്തിന് നിദാനം. പാർട്ടിക്ക് നിലവിൽ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ലെന്നും എന്നാൽ ഭാവിയിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകില്ലെന്ന് പറയാനാകില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മുന്നണി സ്വന്തമായി ഏത് മുന്നണി വേണമെന്നുള്ള ഞങ്ങൾ ആര് ചർച്ചയ്ക്ക് വന്നാലും ഞങ്ങൾ ചർച്ച ചെയ്യും. അവരോട് ആര് വേണം ചർച്ച ചെയ്യും. അതിൻ്റെ ഏറ്റവും നല്ല മുന്നണിയാണെന്ന് വെച്ചാൽ ആ കർഷകന് പ്രയോജനകരമായ അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രയോജനകരമായ ഏത് മുന്നണിയാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ആ മുന്നണി സ്വീകരിക്കും. യാതൊരു സംശയം വേണ്ട. അല്ല പേടിച്ചൊന്നും ആരെയും ഞങ്ങൾ അവർ തിന്നുകളെയും കൊന്നുകളെയും എന്ന് പറഞ്ഞാൽ പേടിക്കത്തൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നടന്ന ഫെഡറേഷന്റെ കർഷക സംഗമത്തിൽ NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കുകയും പാർട്ടി രൂപീകരണത്തിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉണ്ടെന്നോ ഇല്ലെന്നോ ഇപ്പോൾ പറയാനാവില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടിയ ശേഷമാണ് പാർട്ടി രൂപീകരിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി രജിസ്റ്റർ ചെയ്തു. ഡ്രോൺ, സ്പ്രിംഗ്ലർ, റോക്കറ്റ് എന്നിവയിലൊന്ന് ചിഹ്നമായി അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ MLA PM മാത്യു ജനറൽ സെക്രട്ടറിയായും മുൻ MLA MV മാണി, KD ലൂയിസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായുമായുള്ള പാർട്ടിയിൽ കേരളത്തിന് പുറത്തുനിന്നുള്ളവരുമുണ്ട്. ജനം, കോട്ടയം.